അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 10 തിങ്കളാഴ്ച. ICC ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയ്ക്ക്. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ഫൈനലിൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ 3ാം തവണയും കിരീടമുയർത്തിയത്. 2013 ശേഷം ഇന്ത്യ നേടുന്ന ആദ്യ ICC ഏകദിന കിരീടമാണ് ഇത്. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് ഡാരൽ മിച്ചലിന്റെയും മൈക്കൽ ബ്രേസ്വെല്ലിന്റെയും അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 49 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 1 ഓവർ ശേഷിക്കെ ലക്ഷ്യം മറികടന്നു. ക്യാപ്റ്റൻ ഇന്നിംഗ്സ് പുറത്തെടുത്ത് 76 റൺസെടുത്ത രോഹിത് ശർമ്മയുടെയും 46 റൺസെടുത്ത ശ്രേയസ് അയ്യരുടെയും പുറത്താവാതെ 34 റൺസെടുത്ത KL രാഹുലിന്റെയും ഇന്നിംഗ്സുകളാണ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത്. CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയിലെ ചർച്ചയ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടി നയങ്ങൾക്ക് അകത്തുനിന്നാണ് നയരേഖയെന്നും നടത്തിപ്പിൽ സുതാര്യത ഉണ്ടാകുമെന്നും കൂടാതെ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ച ശേഷമായിരിക്കും നടത്തിപ്പെന്നും അദ്ദേഹം വ്യക്തമാക്കി. സെസ് ചുമത്തുക ലക്ഷ്യമല്ലെന്നും സാധ്യത മാത്രമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസനത്തിന് ജനം അനുകൂലമാണെന്നും അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുമെന്നും തുടർ ഭരണമാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM സംസ്ഥാന സമിതിയിലേക്ക് 17 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 89 പേരെ തെരഞ്ഞെടുത്തു. EP ജയരാജനും TP രാമകൃഷ്ണനും സംസ്ഥാന കമ്മിറ്റിയിൽ തുടരും. 5 ജില്ലാ സെക്രട്ടറിമാരെയും മന്ത്രി R ബിന്ദുവിനെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ശാന്തകുമാരിയും R ബിന്ദുവുമാണ് പുതിയ വനിതാ അംഗങ്ങൾ. ബിജു കണ്ടക്കൈ, ജോൺ ബ്രിട്ടാസ്, M രാജഗോപാൽ, K റഫീഖ്, M മഹബൂബ്, VP അനിൽ, KV അബ്ദുൽ ഖാദർ, M പ്രകാശൻ മാസ്റ്റർ, VK സനോജ്, V വസീഫ്, K ശാന്തകുമാരി, R ബിന്ദു, M അനിൽകുമാർ, K പ്രസാദ്, TR രഘുനാഥ്, S ജയമോഹൻ, DK മുരളി എന്നിവരാണ് പുതുമുഖങ്ങൾ. എല്ലാവരുമായി ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ സ്വീകരിച്ച് മുൻവിധിയില്ലാതെ പിണറായി വിജയൻ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്നും ആരും പ്രതീക്ഷിക്കാത്ത മാറ്റം കേരളത്തിലുണ്ടാകാൻ പോകുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. സംസ്ഥാന സെക്രട്ടറി എന്നത് വലിയ ഉത്തരവാദിത്വമായി കാണുന്നുവെന്നും പാർട്ടിയെ കൂട്ടായി നയിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. CPM സംസ്ഥാന സമിതിയിൽ എടുത്തില്ല എന്ന കാരണത്താൽ അതൃപ്തി പരസ്യമാക്കി മുതിർന്ന നേതാവ് A പത്മകുമാർ. അതൃപ്തി പരസ്യമാക്കിയ പത്മകുമാർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാതെയാണ് കൊല്ലത്തു നിന്നും മടങ്ങിയത്. ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കിപത്രം, ലാൽ സലാം എന്നാണ് പത്മകുമാർ ഇതിന് പിന്നാലെ ഫേസ്ബുക്കിൽ കുറിച്ചത്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ സമര സംഘടന പ്രവർത്തനങ്ങളും കണക്കിലെടുക്കണമായിരുന്നുവെന്നും ഇന്നല്ലെങ്കിൽ നാളെ പാർട്ടിക്ക് ബോധ്യപ്പെടേണ്ടി വരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വീണ ജോർജിനെ സംസ്ഥാന സമിതി പ്രത്യേക ക്ഷണിതാവാക്കിയതിലും അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട്. എന്നാൽ ചർച്ചയായതോടെ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചു. കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞതാണ് ശരിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM നയരേഖ കേരളം പിന്നോട്ട് പോകാതിരിക്കാനുള്ള വഴിയാണെന്ന് പറഞ്ഞ അദ്ദേഹം LDF 3ാമതും അധികാരത്തിലെത്തുമെന്നും അവകാശപ്പെട്ടു. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നും അർഹതപ്പെട്ട വിഹിതം നൽകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ പോലും സഹായം നൽകിയില്ല. കേരളത്തോട് ക്രൂരമായ വിവേചനം കാണിക്കുന്നു. BJPയെ സ്വീകരിക്കാത്തതിനാൽ കേരളത്തെ ശത്രുക്കളായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നാടിന്റെ താൽപര്യങ്ങളെ ഹനിക്കുന്ന ഒരു നിക്ഷേപവും സ്വീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ആണ് യഥാർത്ഥ ഇടതെന്നും CPM തീവ്ര വലതുപക്ഷ ലൈനാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന നിലപാടായിരുന്നു സീതാറാം യെച്ചൂരിയുടേതെന്നും അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ചുമതല വഹിക്കുന്ന പ്രകാശ് കാരാട്ട് എങ്ങനെയാണ് നിലപാട് മാറ്റുന്നതെന്നും ചോദിച്ച സതീശൻ
കേരളത്തിലെ പിണറായി വിജയൻ അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുടെ ഭീഷണിപ്പെടുത്തലിനെ തുടർന്നാണ് അതിന് വഴങ്ങിയിരിക്കുന്നതെന്നും പറഞ്ഞു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നയിക്കുന്ന ക്യാമ്പസ് ജാഗരൺ യാത്രയ്ക്ക് നാളെ തുടക്കമാകും. NSUI ദേശീയ പ്രസിഡന്റ് വരുൺ ചൌധരി യാത്ര ഉദ്ഘാടനം ചെയ്യും. കേരളത്തെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയകൾക്കെതിരെ ജനമനസ്സുകളും സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ജാഥ സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനും ADM നവീൻ ബാബുവും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ലെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിലെ മൊഴി. കളക്ടർ അവധി നൽകാത്തതിലടക്കം നവീൻ ബാബുവിന് വിഷമമുണ്ടായിരുന്നെന്നാണ് ADMന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് മൊഴി നൽകിയത്. അതേസമയം നവീൻ ബാബുവിന്റെ കുടുംബം തുടക്കം മുതൽ കളക്ടറെ സംശയിക്കുന്നുണ്ട്. റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായ ADM നവീൻ ബാബു മനഃപൂർവ്വം ഒരു ഫയൽ താമസിപ്പിച്ചോ എന്നാണ് വകുപ്പ് തലത്തിൽ പരിശോധിച്ചതെന്നും നവീൻ ബാബു അഴിമതി നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്നും റവന്യൂ മന്ത്രി K. രാജൻ അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ ADM കേസിലെ ക്രൈം അന്വേഷിക്കുന്ന ഏജൻസിക്ക് ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പരാതിക്കാർ മൊഴി നൽകാത്തതിന്റെ പേരിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത 35-ലധികം കേസുകൾ എഴുതിത്തള്ളും. കേസ് എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കിയ വിവരം ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ താമരശ്ശേരി മൈക്കാവ് സ്വദേശിയായ ഷാനിദ് എന്ന യുവാവ് ലഹരിമരുന്ന് വിഴുങ്ങിയതിനെ തുടർന്ന് മരണപ്പെട്ടതിന്റെ കാരണം അമിത അളവിൽ ശരീരത്തിൽ രാസലഹരിമരുന്ന് എത്തിയതുകൊണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അമിതമായി ലഹരിമരുന്ന് ശരീരത്തിലെത്തിയത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട്. MDMA പാക്കറ്റുകൾ വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ വയറിനുള്ളിൽ സ്കാൻ പരിശോധനയിൽ 3 പാക്കറ്റുകൾ കണ്ടെത്തി. ഇവയിൽ 2 പാക്കറ്റുകളിൽ ക്രിസ്റ്റൽ തരികളും ഒന്നിൽ ഇല പോലുള്ള ഒരു വസ്തുവുമാണ് കണ്ടെത്തിയത്. ഇത് കഞ്ചാവാണെന്നാണ് നിഗമനം. താമരശ്ശേരി തഹസിൽദാരുടെയും കുന്നമംഗലം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെയും സാന്നിധ്യത്തിലായിരുന്നു ഇൻക്വസ്റ്റ്. ഷാനിദിന്റെ മരണം പേരാമ്പ്ര DYSP അന്വേഷിക്കും. താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി ഊമക്കത്ത് വന്നതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ പരീക്ഷ കഴിയും മുൻപ് വകവരുത്തുമെന്നായിരുന്നു ഊമക്കത്ത്. വൃത്തിയുള്ള കൈപ്പടയിൽ എഴുതിയ കത്ത് സാധാരണ തപാലിലാണ് സ്കൂൾ അധികൃതർക്ക് ലഭിച്ചത്. കാലിന് പരിക്കേറ്റ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടുകൊമ്പന്റെ ആരോഗ്യനില തൃപ്തികരം. ആനയുടെ കാലിലെ പരിക്ക് ഭേദമായിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിൽ അടിയന്തര ചികിത്സയുടെ ആവശ്യമില്ലെന്ന നിലപാടിലുമാണ് നിരീക്ഷണ സംഘം. മയക്കുവെടി നൽകി ചികിത്സ നൽകാനായിരുന്നു വനം വകുപ്പ് നേരത്തെ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടിയന്തര ചികിത്സയുടെ ആവശ്യമില്ലെന്ന നിലപാടിലാണ് വനം വകുപ്പ്. വാഴച്ചാൽ DFOയുടെ നേതൃത്വത്തിൽ ആനത്താരുകളിൽ ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ആനത്താരുകളിലെ കുപ്പിച്ചില്ല്, ഇരുമ്പ് കമ്പികൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. സഞ്ചാരികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഇത്തരം മാലിന്യങ്ങളാണ് ആനകളടക്കമുള്ള വന്യജീവികൾക്ക് ദുരിതമാകുന്നത്. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനമെന്ന ആക്ഷേപം. തന്ത്രിമാരുടെയും വാര്യർ സമാജത്തിന്റെയും എതിർപ്പിനെ തുടർന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി കഴക പ്രവൃത്തിയിൽ നിയമിച്ച ബാലു എന്ന ചെറുപ്പക്കാരനെ ഓഫീസിലേക്ക് സ്ഥലം മാറ്റി. സ്ഥലം മാറ്റം താൽക്കാലികമെന്ന് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് KG അജയ്കുമാർ വിശദീകരിച്ചു. ഉത്സവം സുഗമമായി നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുവാവിനെ താൽക്കാലികമായി ഓഫീസിലേക്ക് മാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. 21ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം പൂർത്തിയായ ഘട്ടത്തിലും ജാതി ചിന്തയും അതിലധിഷ്ഠിതമായ വിവേചനബോധവും പേറുന്നവർ കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിന് അപമാനമാണെന്നും ഇനിയും ഒരു വട്ടം കൂടി ഒരു തീയപ്പാട് ദൂരമോ ചെറുമപ്പാട് ദൂരമോ മാറി നിൽക്കാൻ നമ്മളെ സ്വയം വിട്ടുകൊടുക്കാതിരിക്കുകയെന്നും KC വേണുഗോപാൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു.
ആഴക്കടലിൽ സമരസംഗമത്തിനിടെ ഡിസിസി പ്രസിഡന്റ് ബി ബാബുപ്രസാദും എം ലിജുവും കടലിൽ വീണു. കടൽ മണൽ ഖനനത്തിനെതിരെ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. തോട്ടപ്പള്ളി ഹാർബറിൽ നിന്ന് ബോട്ടിൽ മാറിക്കയറവെയാണ് കടലിൽ വീണത്. മത്സ്യത്തൊഴിലാളികളും പോലീസും ചേർന്നാണ് ഇരുവരെയും രക്ഷിച്ചത്. കാസർഗോഡ് പൈവളിക സ്വദേശിനിയായ 15-കാരി, ഇവരുടെ അയൽവാസിയായ പ്രദീപ് എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതിനെതിരെ വ്യാപകമായ വിമർശനം. പെൺകുട്ടിയെ കാണാതായി 26 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ചില്ലെന്നാണ് വിമർശനം ഉയരുന്നത്. പോക്സോ കേസായിട്ട് പോലും പോലീസ് വേണ്ട രീതിയിൽ എടുത്തില്ലെന്നും തുടർന്ന് ആഭ്യന്തര വകുപ്പ് ഇടപെട്ടതോടെയാണ് പോലീസ് ഊർജിതമായി വിഷയം അന്വേഷിച്ചതെന്നും വിമർശനമുണ്ട്. താനൂരിൽ നിന്നും +2 പെൺകുട്ടികൾ നാടുവിട്ട കേസിൽ കുട്ടികൾക്കൊപ്പമുണ്ടായിരുന്ന പ്രതി മലപ്പുറം എടവണ്ണ സ്വദേശി അക്ബർ റഹീമിനെ കോടതി റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതിയെ തിരൂർ സബ് ജയിലിലേക്ക് മാറ്റി. തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ ആക്ട് പ്രകാരമുള്ള സൈബർ സ്റ്റോക്കിംഗ് വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ലഹരിക്കെതിരായ ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ സംസ്ഥാനത്ത് 2 ആഴ്ചയ്ക്കിടെ പിടികൂടിയത് 4228 പേരെ. സംസ്ഥാനത്ത് ലഹരി ഉപയോഗവും അതിക്രമങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കർശന പരിശോധനകളിലേക്ക് പോലീസ് കടന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റിലായത് കൊച്ചിയിൽ നിന്നാണ്. രണ്ടാമത് തൃശൂർ. എഡിജിപി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ റേഞ്ച് അടിസ്ഥാനത്തിലുള്ള NDPS കോർഡിനേഷൻ സെല്ലും ജില്ലാ പോലീസ് മേധാവിമാരും ചേർന്നാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് നടപ്പാക്കുന്നത്. കായിക രംഗത്ത് കേരളം നടപ്പാക്കുന്ന നവീന പദ്ധതികൾ രാജ്യത്തിനാകെ മാതൃകയാണെന്ന് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. കേന്ദ്ര കായിക മന്ത്രാലയം ഹൈദരാബാദിൽ സംഘടിപ്പിച്ച ചിന്തൻ ശിവിറിലാണ് കേന്ദ്രമന്ത്രി കേരളത്തെ പ്രകീർത്തിച്ചത്. ചിന്തൻ ശിവിറിന്റെ ആദ്യ ദിനത്തിലെ മറുപടി പ്രസംഗത്തിൽ കേരളത്തെ മാത്രമാണ് കേന്ദ്ര കായിക മന്ത്രി പരാമർശിച്ചത്. അവസാന ദിനത്തിലെ മറുപടി പ്രസംഗത്തിൽ കേന്ദ്ര സഹമന്ത്രി രക്ഷ നിഖിൽ ഗഡ്സെയും കേരളത്തിന്റെ കായിക വികസന പ്രവർത്തനങ്ങളെ പ്രത്യേകം പ്രശംസിച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ജമ്മു കാശ്മീരിലെ കത്വയിൽ ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ 3 യുവാക്കളെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതെന്ന് സൂചന. സംഭവത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നും സമാധാനം തകർക്കാനുള്ള നീക്കം വെച്ചു പൊറുപ്പിക്കില്ലെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ഈ മാസം 5-ന് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് കത്വ മൽഹർ മേഖലയിൽ നിന്നും യോഗേഷ്, ദർശൻ, വരുൺ എന്നിവരെ കാണാതായത്. നെഞ്ചുവേദനയും ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് അദ്ദേഹത്തെ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് കാർഡിയോളജി വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്ത ഉപരാഷ്ട്രപതിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. മുംബൈയിലെ അന്ധേരിയിൽ ഗ്യാസ് പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച വൻ തീപിടുത്തത്തിൽ കലാശിച്ചു. 4 വാഹനങ്ങൾ കത്തിനശിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അന്ധേരി ഈസ്റ്റിലെ തക്ഷിലയിൽ റോഡിന് അടിയിലൂടെ സ്ഥാപിച്ചിരുന്ന MGL ഗ്യാസ് പൈപ്പ് ലൈനിലാണ് ചോർച്ചയുണ്ടായത്. മണിപ്പൂരിലെ സ്ഥിതി വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട കാങ് പോക്പിയിൽ കുക്കി സംഘടനകൾ ബന്ദിന് ആഹ്വാനം ചെയ്തു. പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ച് ജാഗ്രത കർശനമാക്കി. അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം മണിപ്പൂരിൽ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനും സമാധാന റാലികൾ നടത്താനും അധികൃതർ ശ്രമം തുടങ്ങിയിരുന്നു. എന്നാൽ കുക്കി വിഭാഗക്കാർ ശക്തമായ എതിർപ്പുയർത്തിയതിനെ തുടർന്ന് പലയിടത്തും പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിൽ സംഘർഷമുണ്ടായി. അടുത്തിടെ സമാപിച്ച മഹാകുംഭമേളയിലെ ജലത്തിന്റെ ഗുണനിലവാരം കുളിക്കാൻ അനുയോജ്യമായിരുന്നുവെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുതിയ റിപ്പോർട്ട്. ഉയർന്ന കോളിഫോം ബാക്ടീരിയയുടെ വർദ്ധിച്ച അളവ് കാരണം കുംഭമേളയ്ക്കിടെ പ്രയാഗ്രാജിലെ പല സ്ഥലങ്ങളിലും വെള്ളം കുളിക്കാൻ അനുയോജ്യമല്ലെന്നായിരുന്നു നേരത്തെ നൽകിയ റിപ്പോർട്ട്. ഭൂഗർഭ കുടിവെള്ള സംഭരണി വൃത്തിയാക്കുന്നതിനിടെ 4 തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിച്ചു. മുംബൈയിലെ നാഗ്പതയിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്തായിരുന്നു സംഭവം. ഇന്നലെ രാവിലെ 11:30ഓടെയാണ് ദാരുണ സംഭവം നടന്നത്. തെലങ്കാന ടണൽ ദുരന്തത്തിൽ കാണാതായ 8 പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി.
കേരള പോലീസിന്റെ മായ മർഫി എന്നീ കടാവർ നായ്ക്കളാണ് മൃതദേഹമുള്ള ഭാഗങ്ങൾ കണ്ടെത്തിയത്. ബോറിംഗ് മെഷീന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. ഫെബ്രുവരി 23-ന് നാഗർ കുർണൂലിലെ ടണൽ ഇടിഞ്ഞു വീണ് 8 പേരാണ് കുടുങ്ങിയത്. പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതിന് പൌരന്മാർക്ക് വിലക്കേർപ്പെടുത്തി US. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി, നിയന്ത്രണരേഖ, ബലൂചിസ്ഥാൻ, ഖൈബർ പക്തൂൺഖ്വ എന്നീ പ്രവിശ്യകളിലേക്കുള്ള യാത്രയ്ക്കെതിരെയാണ് US മുന്നറിയിപ്പ് നൽകുന്നത്. യുഎസിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നായ കാലിഫോർണിയയിലെ BAPS ശ്രീ സ്വാമിനാരായണ മന്ദിർ സാമൂഹിക വിരുദ്ധർ വികൃതമാക്കി. ഇന്ത്യ വിരുദ്ധ ചുവരെഴുത്തുകൾ കൊണ്ടാണ് ക്ഷേത്രം അലങ്കോലമാക്കിയത്. സംഭവത്തെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തിയാണ് ക്ഷേത്രത്തിന് നേരെ നടന്നതെന്നും കുറ്റവാളികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഗാസയിൽ വൈദ്യുതി വിതരണം നിർത്താൻ നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ വൈദ്യുതി മന്ത്രി എലി കോഹൻ. യുദ്ധത്തിൽ പൂർണ്ണമായി തകർന്ന ഫലസ്തീനിലേക്കുള്ള എല്ലാ സഹായങ്ങളും ഒരാഴ്ചയായി ഇസ്രായേൽ തടഞ്ഞുവച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെയാണ് വൈദ്യുതി വിച്ഛേദിക്കാനുള്ള അനുമതിയിൽ കൂടി എലി കോഹൻ ഒപ്പുവച്ചത്. നാറ്റോ സഖ്യത്തിൽ നിന്ന് അമേരിക്ക പുറത്തു കടക്കണമെന്ന് ഡോജ് മേധാവിയും വ്യവസായിയുമായ ഇലോൺ മസ്ക്. യൂറോപ്പിന്റെ പ്രതിരോധത്തിന് അമേരിക്ക പണം നൽകുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസും ബുച്ച് വിൽമോറും മാർച്ച് 16-ന് ഭൂമിയിലേക്ക് മടങ്ങുമെന്ന് നാസ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ബോയിംഗ് സ്റ്റാർ ലൈനറിൽ 10 ദിവസത്തെ ദൌത്യത്തിനായി പുറപ്പെട്ട ഇരുവരും കഴിഞ്ഞ 9 മാസമായി ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.